വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എല്ലാവരും കേൾക്കണേ. നമുക്ക് കേൾക്കാം. സാർ, ഞങ്ങൾ ത്രിമധുരം ചാനലിൽ വരുന്ന ഒട്ടുമിക്ക അനുഭവങ്ങളും കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ത്രിമധുരത്തിലേക്ക് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. എങ്ങനെ എഴുതി അറിയിക്കണമെന്ന് അറിയില്ല സാർ. എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ. ഞങ്ങൾ തമിഴ്നാട്ടിലാണ് താമസം. 14 വർഷമായി ഇവിടെ വാടക വീട്ടിലാണ് താമസം. സാർ, എൻ്റെ അമ്മ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളെ വിട്ടുപോയി. എനിക്ക് 2 ചേച്ചിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്. അവരെല്ലാം കേരളത്തിലാണ്. ഈ 2025 എൻ്റെ അച്ഛനും ഞങ്ങളെ വിട്ടുപോയി. ഞാൻ എന്നും നാരായണീയം എഴുതും. ഒരു ദിവസം മക്കളെ സ്കൂളിൽ വിട്ട് ഹസ്ബൻഡും ജോലിക്ക് പോയി. ഞാൻ നാരായണീയം എഴുതുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് പറയാണ്, അച്ഛൻ നമ്മളെ വിട്ടുപോയി എന്ന്. അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല സാർ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അച്ഛൻ പോലും അറിയാത്തൊരു മരണമായിരുന്നു. അമ്മ മരിച്ചപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ആ വീട്ടിൽ ചെറിയ അമ്മ. ഞാൻ എങ്ങോട്ടും പോകാറില്ല സാർ. അച്ഛനുണ്ടാകുമ്പോഴേ ഞാൻ ഗുരുവായൂർക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും കൂടെ പോകും. ഇനി ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ മകളാണ്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിച്ചു പോവുകയാണ്. ഇനി എൻ്റെ അനുഭവം പറയാം സാർ. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമക്കളുമായിട്ട് തമിഴ്നാട്ടിലാണ്. എൻ്റെ ഇളയ മോന് ട്രീറ്റ്മെൻറ്റ്, അവന് ഇടയ്ക്ക് നെഞ്ചുവേദന എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയൂട്ടോ, വിയർക്കും. ഞങ്ങളപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ECG എക്കോ ഒക്കെ ടെസ്റ്റ് ചെയ്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ മോനെയും കൂട്ടി ഗുരുവായൂരിൽ തൊഴാൻ പോയി. അവിടെ ചെന്ന് കുറച്ച് നടക്കുമ്പോഴും ഭക്ഷണം കഴിച്ചപ്പോഴും ഇത് തന്നെ പറയും. ഞാൻ ആടിയ എണ്ണയും പായസവും കളഭവും എല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ദിവസവും കുളി കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും ആടിയ എണ്ണ 1 സ്പൂണ് കഴിക്കും. കുഞ്ഞിന് നെഞ്ചിലും പുരട്ടും. അങ്ങനെ പനി വന്നു ഹോസ്പിറ്റലിലായപ്പോൾ മോൻ ഇത് തന്നെ പറയും. കേരളത്തിലും തമിഴ്നാട്ടിലും ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അവർ എന്താണ് പ്രശ്നമെന്ന് ചില ഡോക്ടർ പറയും ഗ്യാസാണ്, ചിലർ പറയും പുണ്ണാണെന്ന് പറഞ്ഞു. ഈ 2026 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സ്കൂളിൽ പോകാൻ പറ്റാതെ ദിവസവും കരച്ചിലായിരുന്നു. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. എൻഡോസ്കോപ്പി എടുത്താലേ അറിയാൻ സാധിക്കൂ എന്ന് കോയമ്പത്തൂരിൽ കാണിച്ചപ്പോൾ പറഞ്ഞു. 2 തവണ എൻഡോസ്കോപ്പി എടുത്തു. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഭഗവാന്റെ അടുത്തല്ലാതെ എൻ്റെ സങ്കടങ്ങൾ എനിക്ക് ആരുടെ അടുത്ത് പറയാൻ പറ്റും? ഞാൻ വിളക്ക് വെച്ച് നാരായണീയം ഒരു ദിവസം 3-4 ദശകം എഴുതി പ്രാർത്ഥിക്കും. 2ാമത്തെ എൻഡോസ്കോപ്പിയിൽ എന്തോ റെഡ് കളറായി വയറിൻ്റെ ഭാഗത്ത് കാണുന്നു. ഇതൊക്കെ മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞിൻ്റെ വേദന കുറയാത്തത്. എന്താ പ്രശ്നമെന്ന് നോക്കാം, അതുകൊണ്ട് ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ വിഷമിച്ചു. ഡോക്ടർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല, 10 ദിവസം റിസൾട്ട് വരാനാവൂ എന്ന് പറഞ്ഞു. മരവിച്ച മനസ്സോടെ വീട്ടിലേക്ക് പോന്നു. എൻ്റെ മോൻ്റെ ദിവസമുള്ള കരച്ചിൽ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ. എന്നാലും അവൻ വെയിറ്റ് കുറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഞാൻ മുടങ്ങാതെ നാരായണീയം എഴുതിയും ആടിയ എണ്ണ കൊടുത്തും കണ്ണന് ഒരുവിധം വഴിപാടുകൾ നേർന്നു. റിസൾട്ട് വന്നു. ഞാൻ മോനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞു കരഞ്ഞു കേട്ടോ. ഇപ്പോൾ അവന് എല്ലാ ഫുഡും കഴിക്കാം. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് സാർ. മൂത്ത മോൻ +2 പഠിക്കുന്നു. 10ാം ക്ലാസ്സിലെ മോന് നല്ല മാർക്ക് വാങ്ങി. ഫസ്റ്റിൽ വരണേ എന്ന് എൻ്റെ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിച്ചിട്ടോ. അങ്ങനെ ഭഗവാൻ സാധിച്ചു തന്നു. പൊള്ളാച്ചി മഹാലിംഗം കോളേജിൽ നിന്ന് അവാർഡ് മേടിച്ചു സാർ. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ വേറെയുണ്ട് സാർ. ചുരുക്കി വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എത്ര മനോഹരമായ അനുഭവം അല്ലേ? ഇത് ഇടയ്ക്കൊന്ന് ബ്ലറായിരുന്നു, അതുകൊണ്ടാണ് തപ്പിപ്പോയത്. പക്ഷേ അനുഭവത്തിൻ്റെ തീവ്രത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 10 ദിവസം മകൻ്റെ ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുക. എന്താ കഥ, ഒന്നും പറയാനില്ല. അയ്യോ, എന്താ പറയാനല്ലേ. എല്ലാവരും അനുഭവം അയക്കാട്ടോ. അയക്കുന്നവർ കാത്തിരിക്കുക. മെമ്പർഷിപ്പ് എടുക്കാത്തവരാണെങ്കിൽ കാത്തിരിക്കുക. 2 മാസം 3 മാസം വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. അല്ലാത്തവർ ഒരു 10 ദിവസത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കും. എനിക്ക് ഗ്രൂപ്പിൽ ആഡാക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ.